ഹലോ എവരി വൺ, വെൽക്കം ടു റിറ്റ്സ്. റിറ്റ്സ് ഒരു പുതിയ സീരീസുമായിട്ട് വന്നിരിക്കുകയാണ്, വീക്ക് ഇൻ ഫോക്കസ്. സോ പ്രീവിയസ് വീക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ന്യൂസുകൾ നമ്മൾ എടുത്തിട്ട് ഡിസ്കസ് ചെയ്യുന്നു. അതാണ് വീക്ക് ഇൻ ഫോക്കസ്. സോ കഴിഞ്ഞ ആഴ്ചയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് എന്ന് പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് 75th റിപ്പബ്ലിക് ഡേ ഇന്ത്യ സെലിബ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പലർക്കും കൺഫ്യൂഷൻ ഉണ്ട്, 74th റിപ്പബ്ലിക് ഡേ ആണോ 75th റിപ്പബ്ലിക് ഡേ ആണോ എന്നുള്ളത്. പക്ഷേ ഒട്ടും സംശയം വേണ്ട, 75th റിപ്പബ്ലിക് ഡേ ആണ്. ബിക്കോസ് 26 ജാനുവരി 1950 ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന ആ ഒരു ദിവസം നമ്മുടെ ഫസ്റ്റ് റിപ്പബ്ലിക് ഡേ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 2024 26 ജാനുവരി എന്ന് പറയുന്നത് 75th റിപ്പബ്ലിക് ഡേ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക, റൈറ്റ്? സോ ഈ റിപ്പബ്ലിക് ഡേന് ഒരുപാട് വിശേഷങ്ങൾ ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ഈ ഒരു റിപ്പബ്ലിക് ഡേന് ഉണ്ട്, റൈറ്റ്? സോ ഫസ്റ്റ് തന്നെ ഈ പരേഡ് തീം എന്ന് പറയുന്നത്, ഈ പ്രാവശ്യത്തെ റിപ്പബ്ലിക് ഡേയുടെ പരേഡ് തീം എന്ന് പറയുന്നത് വികസിത് ഭാരത്, ഡെവലപ്ഡ് ഇന്ത്യ, അഥവാ ഒരു പരേഡ് തീമും കൂടി ഉണ്ട്. എന്താണ്? ഭാരത് ലോക്തന്ത്ര കി മാതൃക, ഇന്ത്യ മദർ ഓഫ് ഡെമോക്രസി എന്ന് പറയുന്ന തീമും കൂടി ഈ പ്രാവശ്യം ഉണ്ട്, റൈറ്റ്? അതേപോലെ തന്നെ 26 ജാനുവരിയുടെ റെലവൻസ് എന്താണെന്നുള്ളത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലാഹോർ സെഷനിൽ വെച്ചിട്ടാണ് ഈ പൂർണ്ണ സ്വരാജ് ഡിക്ലെയർ ചെയ്തത്. സോ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ഫ്രം ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ, അതാണ് പൂർണ്ണ സ്വരാജിന്റെ മെയിൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. സോ ഇത് ഡിക്ലെയർ ചെയ്തത് ഈ പറയുന്ന 26 ജാനുവരി 1930 ആയിരുന്നു. സോ അതുകൊണ്ടാണ് ഈ 26 ജാനുവരി എന്ന ഡേറ്റ് റിപ്പബ്ലിക് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാനുള്ള കാരണം, റൈറ്റ്? അതേപോലെ തന്നെ ഇപ്രാവശ്യത്തെ ചീഫ് ഗസ്റ്റ് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. 75th റിപ്പബ്ലിക് ഡേയുടെ ചീഫ് ഗസ്റ്റ് ആരാണ്? 75th എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് റെലവൻ്റ് ആയിട്ടുള്ള ഒരു നമ്പറാണ്. സോ അതുകൊണ്ട് തന്നെ ചീഫ് ഗസ്റ്റ് ആരായിരുന്നു എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ്, അത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇത്തവണ നമ്മളുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഇമാനുവൽ മാക്രോൺ ആണ്. എല്ലാവർക്കും അറിയാം, ഇമാനുവൽ മാക്രോൺ എന്ന് പറയുന്നത് ഫ്രാൻസിന്റെ 25th പ്രസിഡന്റ് ആണ്. ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഫ്രാൻസിൽ നിന്ന് ഒരു ലീഡർ റിപ്പബ്ലിക് ഡേന് ഗസ്റ്റ് ആയിട്ട് വരുന്നത്. 6ാമത്തെ തവണയാണ് ഇത് ഫ്രാൻസിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് അവരുടെ ഒരു സോവറിൻ, ഇത് 6ാമത്തെ തവണയാണ് ഇവിടെ വരുന്നത്, റൈറ്റ്? ദെൻ അറിഞ്ഞിരിക്കേണ്ട അടുത്ത കാര്യം, ഫ്രാൻസിന്റെ ആദ്യമായിട്ട് ഫ്രാൻസിന്റെ ഒരുപാട് വിശേഷണങ്ങൾ നമുക്ക് ഫ്രാൻസുമായിട്ട് പറയുമ്പോൾ ഉണ്ട്. അതിൻ്റെ അകത്ത് വേറൊരു വിശേഷണം എന്ന് പറയുന്നത് എന്താണ്? ഫ്രഞ്ച് എയർഫോഴ്സ് ആദ്യമായിട്ട് എന്ത് ചെയ്തു? നമ്മുടെ ഇന്ത്യൻ റിപ്പബ്ലിക് ഡേന് ആ പരേഡിൽ പങ്കെടുത്തു. ഇന്ത്യൻ പ്ലെയിൻസിന്റെ കൂടെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പ്ലെയിനുകളാണ് ഫ്രാൻസിന്റെ റാഫേൽ എന്ന് പറയുന്ന പ്ലെയിൻ, അതേപോലെ തന്നെ എയർബസ് A330 MRTT, ഒരു മൾട്ടി റോൾ ടാങ്കർ ട്രാൻസ്പോർട്ടും കൂടി എന്ത് ചെയ്തു? ഈ പറയുന്ന നമ്മുടെ കർത്തവ്യ പഥിയുടെ മുകളിലൂടെ ഇന്ത്യൻ പ്ലെയിനുകൾക്കൊപ്പം ഇത്തവണ പറന്നു. ഇത് ആദ്യമായിട്ടാണ് ഒരു ഫോറിൻ എയർഫോഴ്സ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുക്കുന്നത്. ഓൾസോ ഇതിനു മുന്നേ ഒരു ആർമി കണ്ടിൻജന്റ് പങ്കെടുത്തിരുന്നു. 2016 ഫ്രാൻസ്വാ ഹൊളൻഡ് ഈ പറയുന്ന പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഫ്രഞ്ച് ആർമിയുടെ ഒരു കണ്ടിൻജന്റ് എന്ത് ചെയ്തു? നമ്മുടെ റിപ്പബ്ലിക് ഡേന് പങ്കെടുത്തിട്ടുണ്ട്. സോ ഇറ്റ് ബിക്കെയിം ദ ഫസ്റ്റ് ഫോറിൻ മിലിറ്ററി കണ്ടിൻജന്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഇന്ത്യാസ് റിപ്പബ്ലിക് ഡേ പരേഡ്. അതും ഒന്ന് ഓർത്തു വെക്കണം. ഫ്രാൻസുമായിട്ട് ഇന്ത്യക്ക് വളരെ അടുത്ത ഒരു ബന്ധമാണുള്ളത്. ഇപ്പോൾ പലതരത്തിലുള്ള ഡിഫൻസ് ഡീലുകളിൽ ഇന്ത്യയുമായിട്ട് ഫ്രാൻസ് എന്ത് ചെയ്ത ഡീലുകൾ ഓർപ്പിച്ചിട്ടുണ്ട്, റൈറ്റ്? അപ്പം ഇനി അടുത്ത നമുക്ക് നോക്കേണ്ടത് ഒരു ഓൾ വിമൻ ഫ്രൈസ് സർവീസ് കണ്ടിൻജന്റ് ഇത്തവണത്തെ റിപ്പബ്ലിക് ഡേന് പങ്കെടുത്തു. അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പം നിങ്ങൾക്ക് ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ ആർമി, നേവി ആൻഡ് എയർഫോഴ്സ്, അതേപോലെ തന്നെ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിന്റെ ഒരു ഫുൾ വിമൻ കണ്ടിൻജന്റ് ഇത്തവണ എന്ത് ചെയ്തു? മാർച്ചിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ CRPFന്റെ. അപ്പം ഇത്തവണത്തെ റിപ്പബ്ലിക് ഡേ പരേഡ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിമൻ എംപവർമെന്റ് കൂടുതലായിട്ടും ഫോക്കസ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് മിലിറ്ററി വിമൻ പേഴ്സണലിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പരേഡുകളിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട്, റൈറ്റ്? അതേപോലെ തന്നെ കർത്തവ്യ പഥിനെ കുറിച്ച് പറയാനുണ്ട്. ഈ പറയുന്ന പരേഡ് നടക്കുന്ന ആ ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ കർത്തവ്യ പഥ് എന്ന് പറയുന്നത്. ഒരു 3 കിലോമീറ്റർ സ്ട്രെച്ച് ആണ് ഇത്. ബ്രിട്ടീഷ് കൊളോണിയൽ ടൈമിൽ അതിനെ വിളിച്ചിരുന്നത് കിങ്സ് വേ എന്നായിരുന്നു. പിന്നീട് അതിന്റെ പേര് രാജ്പഥ് എന്നാക്കി. ആൻഡ് ഇപ്പോൾ സെൻട്രൽ വിസ്റ്റ റീഡെവലപ്മെന്റ് ആ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? ഈ പറയുന്ന റോഡിന്
പുതിയ പേര് കൊടുത്തു കർത്തവ്യ പഥ് എന്നുള്ള പേര്, റൈറ്റ്. സോ ഇതൊരു 3 കിലോമീറ്റർ സ്ട്രെച്ച് ആണ്. നമ്മുടെ രാഷ്ട്രപതി ഭവൻ മുതൽ നാഷണൽ സ്റ്റേഡിയം, ഡൽഹിയിലുള്ള നാഷണൽ സ്റ്റേഡിയം വരെ ഒരു സ്ട്രെച്ച് ചെയ്യുന്ന ഒരു ലോങ് സ്ട്രെച്ച്, ഒരു 3 കിലോമീറ്റർ സ്ട്രെച്ച് ഉള്ള ഒരു പാത്താണ് ഈ കർത്തവ്യ പാത്ത് എന്ന് പറയുന്നത്, റൈറ്റ്. ദെൻ അടുത്തത് ബെസ്റ്റ് ടാബ്ലോ ഏത് സ്റ്റേറ്റിനാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇത്തവണത്തെ ബെസ്റ്റ് ടാബ്ലോ കിട്ടിയിട്ടുള്ളത് ഒഡീഷയ്ക്കാണ്. അപ്പം ഈ ഒഡീഷയുടെ ടാബ്ലറ്റിലും വിമൻ എംപവർമെന്റിനെ പോർട്രേ ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് കാണിച്ചിട്ടുള്ളത്. ആൻഡ് ഓൾസോ അവരുടെ റിച്ച് ട്രഡീഷണൽ ഹാൻഡിക്രാഫ്റ്റ്, ഹാൻഡ്ലൂം സെക്ടേഴ്സിനെയും അതിലൂടെ പോർട്രേ ചെയ്തിട്ടുണ്ട്. ഇത്തവണ ഒരു സ്പെഷ്യൽ അവാർഡും കൂടി ഉണ്ട്, പീപ്പിൾസ് ചോയ്സ് അവാർഡ്. അപ്പം ഇത് ഈ റിപ്പബ്ലിക് ഡേ പരേഡ് കാണുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇത് വോട്ട് ചെയ്യാൻ പറ്റും. അവരുടെ പോർട്ടലിൽ കയറിയിട്ട്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പോർട്ടലിൽ കയറിയിട്ട് വോട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. സോ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ പീപ്പിൾസ് ചോയ്സ് അവാർഡ് ബെസ്റ്റ് ടാബ്ലോ കിട്ടിയിട്ടുള്ളത് ഗുജറാത്തിനാണ്. ഗുജറാത്തിൻ്റെ ദോർദോ ടൂറിസം വില്ലേജിനാണ് ഈ ഒരു അവാർഡ് കിട്ടിയിട്ടുള്ളത്. സോ ഇത് നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ ദോർദോ വില്ലേജ്, ദോർദോ എന്ന് പറയുന്നത് ഗുജറാത്തിലുള്ള ഒരു വില്ലേജ് ആണ്. അപ്പോൾ ബെസ്റ്റ് ടൂറിസം വില്ലേജ് 2023 ആയിട്ട് ഈ ദോർദോ വില്ലേജിനെ എന്ത് ചെയ്യുന്നുണ്ട്, ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ. സോ ഈ ദോർദോ ടൂറിസം വില്ലേജിനെ പോർട്രേ ചെയ്യുന്ന ഒരു ടാബ്ലോനാണ് ഈ ബെസ്റ്റ് പീപ്പിൾസ് ചോയ്സ് ടാബ്ലോ എന്ന് പറയുന്ന അവാർഡ് കിട്ടിയിട്ടുള്ളത്, റൈറ്റ്. ദെൻ അടുത്തത് പറയാനുള്ളത് അംഗരക്ഷക് പ്രസിഡൻസ് ബോഡി ഗാർഡിനെ കുറിച്ചിട്ടാണ്. അവരെ സംബന്ധിച്ചോളം ഒരു ഇമ്പോർട്ടൻറ്റ് വർഷമാണ് ഇപ്രാവശ്യം. ബിക്കോസ് ഓൾമോസ്റ്റ് 250 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അവരുടെ സർവീസ് 1773 സ്റ്റാർട്ട് ചെയ്തതാണ് ആൻഡ് 250 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ഇന്ത്യൻ ആം ഫോഴ്സിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് റെജിമെൻ്റ് ആണ് ഈ പ്രസിഡൻസ് ബോഡി ഗാർഡ് എന്ന് പറയുന്നത്. അവരൊരു യുണീക്ക് കാവലറി, എയർബോൺ കാവലറിയാണ്, പാരാട്രൂപ്പേഴ്സ് ആണ്. കുറച്ച് സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. 6 അടിയിൽ പൊക്കമുള്ള മിനിമം 6 ഫീറ്റ് ഉള്ള ആളുകൾ മാത്രമേ എടുക്കുകയുള്ളൂ. അതേപോലത്തെ സിഖ്, ജട്ട് എന്ന് പറയുന്ന ആ കമ്മ്യൂണിറ്റികളിൽ നിന്നുള്ള ആളുകളെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ പ്രസിഡൻസ് ബോഡി ഗാർഡിലോട്ട് എടുക്കുകയുള്ളൂ, റൈറ്റ്. സോ ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷനാണ് നമ്മൾ അറിയേണ്ടത്. അതേപോലെ തന്നെ ബീറ്റിംഗ് റിട്രീറ്റ് റിപ്പബ്ലിക് ഡേ 26 റിപ്പബ്ലിക് ഡേ കഴിഞ്ഞ് 3 ദിവസം, മൂന്നാമത്തെ ദിവസം, അതായത് 27, 28 ആൻഡ് 29 എല്ലാ വർഷവും 29 ജാനുവരിയിലാണ് ഈ ബീറ്റിംഗ് റിട്രീറ്റ് സെറമണി ഉണ്ടാവാറുള്ളത്. ബീറ്റിംഗ് റിട്രീറ്റ് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ട്രഡീഷണൽ ആയിട്ട് ആളുകൾ ഈ മിലിറ്ററി ഒക്കെ യുദ്ധത്തിന് പോകുമ്പം സൺസെറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യും, ദേ വിൽ ഡിസെൻഗേജ് ഫ്രം വാർ. അപ്പം തിരിച്ച് തിരിച്ച് ബറാക്സിലോട്ട് പോകും. അപ്പം അതിൻ്റെ ഒരു സെറമണിയാണ് ഈ പറയുന്ന ബീറ്റിംഗ് റിട്രീറ്റ് എന്ന് പറയുന്നത്. സോ ട്രൂപ്സ് എന്ത് ചെയ്യും, ഡിസെൻഗേജ് ഫ്രം ബാറ്റിൽ അറ്റ് സൺസെറ്റ്. സോ ഇത് കാണിക്കുന്നതാണ് ഈ പറയുന്ന ബീറ്റിംഗ് റിട്രീറ്റ് എന്ന് പറയുന്നത്. ഒരുപാട് മ്യൂസിക്കൽ ബാൻഡുകളെല്ലാം എന്ത് പ്ലേ ചെയ്യുന്നത്. മ്യൂസിക്കൽ ബാൻഡ് എന്ന് പറയുമ്പോൾ ആർമീൻ്റെ, നേവി ആൻഡ് അതേപോലെ തന്നെ എയർഫോഴ്സിൻ്റെ മ്യൂസിക്കൽ ബാൻഡുകൾ ഉണ്ടാവും. ഇവരെന്ത് ചെയ്യും, പ്ലേ ചെയ്യും ഓരോരോ മ്യൂസിക് ആൻഡ് അതനുസരിച്ചിട്ട് മാർച്ച് ചെയ്തിട്ട് പോകും. സോ ഇതാണ് ബീറ്റിംഗ് റിട്രീറ്റ് എന്ന് പറയുന്നത്. ഇത്തവണ ഒരു CRPFൻ്റെ ഓൾ വിമൻ ലെഡ് ബാൻഡും ഉണ്ടായിരുന്നു എന്നുള്ളതൊരു പ്രത്യേകതയാണ്. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ഭാരത് രത്ന അവാർഡ് കൺഫർ ചെയ്തിട്ടുണ്ട്. കർപ്പൂരി താക്കൂർ എന്ന് പറയുന്ന ബീഹാറിൽ 2 തവണ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള വ്യക്തിയാണ് കർപ്പൂരി താക്കൂർ. അദ്ദേഹം ഒരു സോഷ്യൽ റിഫോമറാണ്, ഫ്രീഡം ഫൈറ്റർ ആണ്. ആൻഡ് ഇദ്ദേഹത്തിനെ വളരെ പോപ്പുലർലി ആളുകൾ വിളിക്കുന്നത് ജൻ നായക് എന്നുള്ളതാണ്. പീപ്പിൾസ് ഹീറോ എന്നുള്ള ഒരു ടേമാണ് അദ്ദേഹത്തിന് ആളുകൾ കൊടുത്തിട്ടുള്ളത്. ഇദ്ദേഹം ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ള ആളുകൾക്ക് ഇദ്ദേഹം ഇത് വളരെയധികം പല പ്രോഗ്രസീവ് സ്കീമുകളും അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ മുംഗേരി ലാൽ കമ്മീഷൻ അദ്ദേഹത്തിൻ്റെ ചീഫ് മിനിസ്റ്റർഷിപ്പിൽ ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള OBC ഉള്ളതും വുമൻ എന്നീ ഉള്ള വിഭാഗങ്ങളിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, 26% റിസർവേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മുംഗേരി ലാൽ കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മളുടെ മണ്ഡൽ കമ്മീഷൻ്റെ ഒരു പ്രീകേഴ്സർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഇദ്ദേഹം ഒരു വളരെ സ്ട്രോങ് ഹിന്ദി ലാംഗ്വേജിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, റൈറ്റ്. അപ്പോൾ ഇനി നമുക്ക് ഭാരത് രത്നയെ കുറിച്ചിട്ട് കൂടുതലായിട്ട് പറയാനുണ്ട്. ഭാരത് രത്ന എന്ന് പറയുന്നത് ഒരു പ്രസിഡൻഷ്യൽ നോട്ടിഫിക്കേഷൻ പ്രകാരം ഉണ്ടായ ഒരു അവാർഡാണ്. സോ ഇത് 2 ജാനുവരി 1954 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് സിവിലിയൻ ഓണർ ആയിട്ടാണ് ഭാരത് രത്നയെ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഇത് വളരെ എക്സെപ്ഷണൽ ആയിട്ടുള്ള സർവീസുകൾ അല്ലെങ്കിൽ പെർഫോമൻസ് ചെയ്ത ഒരു വ്യക്തിക്ക് കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഒരു സിറ്റിസൺ എന്നുള്ള രീതിയിൽ മാത്രമല്ല, അതിന് അങ്ങനെ ലിമിറ്റേഷൻ ഒന്നുമില്ല. ഒരു
വളരെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എക്സെപ്ഷണൽ സർവീസ് ചെയ്ത ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു അവാർഡാണ് ഭാരതരത്ന എന്ന് പറയുന്നത്. ഇനീഷ്യലി അത് ഏത് ഫീൽഡിലും ആവും. ഇനീഷ്യലി ഇത് ആർട്ട്, ലിറ്ററേച്ചർ, സയൻസ്, അതേപോലെ തന്നെ ഈ പബ്ലിക് സർവീസിൽ ആയിട്ട് ലിമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനീഷ്യലി ഈ അവാർഡ് തുടങ്ങിയ ആ ഒരു ടൈമിൽ. പിന്നീട് ഇതിനെ എന്ത് ചെയ്തു, ഇതിന്റെ സ്കോപ്പ് വളരെയധികം എക്സ്പാൻഡ് ചെയ്യുകയുണ്ടായി. ദെൻ ഇത് പ്രൈം മിനിസ്റ്റർ ആണ് പ്രസിഡന്റിനെ റെക്കമെൻഡ് ചെയ്യുക. പ്രൈം മിനിസ്റ്റർ എന്ത് ചെയ്യുന്നു, 3 ആളുകളെ റെക്കമെൻഡ് ചെയ്യും ഒരു വർഷം. ആൻഡ് അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും, പ്രസിഡന്റ് എന്ത് ചെയ്യും, ഈ ഭാരതരത്ന കൺഫർ ചെയ്യും. സോ ഇത്തവണ ഒരേ ഒരു വ്യക്തിക്ക് മാത്രമാണ് ഭാരതരത്ന കൊടുത്തിട്ടുള്ളത്, കർപ്പൂരി താക്കൂറിനാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. സോ ഇത് ഈ പറയുന്ന ഭാരതരത്നയുടെ റെസിപ്പിയന് എന്തൊക്കെയാണ് കിട്ടുക, ഭാരതരത്നയുടെ റെസിപ്പിയന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. അതിനാണ് നമ്മൾ സനദ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് സർട്ടിഫിക്കറ്റ് ഇസ് സൈൻഡ് ബൈ ദ പ്രസിഡന്റ്. ആൻഡ് ഓൾസോ ഒരു ഒരു ആലിന്റെ ഇലയുടെ ഷേപ്പിലുള്ള ഒരു മെഡാലിയനും കിട്ടും, ഒരു മെഡലും കിട്ടും, റൈറ്റ്. ആൻഡ് ഈ മെഡാലിയന്റെ ഫ്രണ്ടിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാൻ കഴിയും ഒരു സൂര്യനെയാണ് ഡെപ്പിക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ സൂര്യന്റെ തൊട്ട് താഴെയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഭാരത് രത്ന എന്ന് ദേവനാഗരി സ്ക്രിപ്റ്റിൽ എഴുതിയിട്ടുണ്ട്. ആൻഡ് ഇത് മൊത്തം എന്താണ്, ഒരു പീപ്പൽ ലീഫാണ്, ഒരു ആലിന്റെ ഇലയുടെ ഷേപ്പിലാണ് ഈ ഒരു മെഡൽ ഉള്ളത്. ആൻഡ് ഇതിന്റെ പിറകുവശത്ത് നോക്കുകയാണെങ്കിൽ നമ്മളുടെ നാഷണൽ എംബ്ലമാണ് കൊടുത്തിട്ടുള്ളത്. നാഷണൽ എംബ്ലത്തിന്റെ താഴെ സത്യമേവ ജയതേ എന്നും കൊടുത്തിട്ടുണ്ട് ദേവനാഗരി സ്ക്രിപ്റ്റിൽ. ഈ മെഡലുകൾ ഉണ്ടാക്കുന്നത് അലിപൂർ മിന്റ് കൊൽക്കട്ടയിൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ആൻഡ് ഇതുവരെ 49 തവണ ഭാരതത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, കൺഫർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ ഒരു പ്രോട്ടോകോൾ ലിസ്റ്റ് ഉണ്ട്, ഒരു ഓർഡർ ഓഫ് പ്രീസിഡൻസ് എന്ന് പറയുന്നത്. അതിനകത്ത് ഭാരതത്തിന് കിട്ടിയ ഒരു വ്യക്തിക്ക് 7ാമത്തെ സ്ഥാനമാണ് അവർക്ക് കിട്ടുന്നത്, റൈറ്റ്. ദെൻ ഭാരതത്തിന് ആദ്യമായിട്ട് കിട്ടിയ ആളുകൾ ആരൊക്കെയാണ്? ആദ്യമായിട്ട് ഭാരതത്തിന് കിട്ടിയിട്ടുള്ളത് സി രാജഗോപാലാചാര്യാണ്. നമ്മളുടെ ഗവർണർ ജനറൽ ആയിരുന്നു, ഡൊമിനിയൻ ഓഫ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്നു. അതേപോലെ തന്നെ എസ് രാധാകൃഷ്ണൻ, ഇന്ത്യയുടെ സെക്കൻഡ് പ്രസിഡന്റ് ആയിരുന്നു എസ് രാധാകൃഷ്ണൻ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ സി വി രാമൻ, നോബൽ ലോറിറ്റ് ആണ്, നോബൽ പ്രൈസ് കിട്ടിയ സി വി രാമൻ, ഫിസിസിസ്റ്റ് ആണ് സി വി രാമൻ എന്ന് പറയുന്നത്. ഈ പറയുന്ന 3 പേർക്കാണ് ആദ്യമായിട്ട് ഈ ഭാരതരത്ന അവാർഡ് കൺഫർ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഫസ്റ്റ് ടൈം പോസ്റ്റ്മസ്ലി, നമ്മൾ പറഞ്ഞു കർപ്പൂരി താക്കൂറിനും പോസ്റ്റ്മസ്ലി ആണ് ഈ അവാർഡ് കിട്ടിയിട്ടുള്ളത്. അതായത് മരണത്തിന് ശേഷമാണ് ഈ ഭാരതരത്ന കൺഫർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് ഭാരതരത്ന പോസ്റ്റ്മസ്ലി അവാർഡ് ലഭിച്ചിട്ടുള്ളത് ലാൽ ബഹദൂർ ശാസ്ത്രിക്കാണ്. ഏറ്റവും യങ്ങസ്റ്റ് റെസിപ്പിയന്റ് ഓഫ് ഭാരതരത്ന എന്ന് പറയുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ഓൾഡസ്റ്റ് റെസിപ്പിയൻ എന്ന് പറയുന്നത് ധോണ്ടോ കേശവ് കാർവേ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഒരു സോഷ്യൽ റിഫോമർ ആണ്. ആൻഡ് ഇദ്ദേഹം എന്ത് ചെയ്ത് വിഡോ റീമാരേജ്, അതേപോലെ തന്നെ വിമന്റെ എഡ്യൂക്കേഷനൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം വളരെയധികം എന്ത് ചെയ്തിട്ടുണ്ട്, കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓൾ വിമൻസ് യൂണിവേഴ്സിറ്റി എന്ന രീതിയിൽ SNDT വിമൻസ് യൂണിവേഴ്സിറ്റി ബോംബെയിൽ ഇദ്ദേഹമാണ് സ്ഥാപിച്ചത്, ഇദ്ദേഹമാണ് ഫൗണ്ട് ചെയ്തത്. അതേപോലെ തന്നെ ഇദ്ദേഹം എന്ത് ചെയ്തത്, അനാഥ് ബാലിക ആശ്രം എന്ന് പറയുന്ന ഒരു ഗേൾസിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഫനേജും ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾസോ ഇദ്ദേഹം ദേവദാസി പ്രാക്ടീസിനെതിരെ എല്ലാം വളരെ ശക്തമായിട്ട് വോയിസ് ഉയർത്തിയ ഒരു വ്യക്തിയും കൂടിയാണ്, റൈറ്റ്. ദെൻ ഭാരതരത്ന ഫോറിനേഴ്സിന് ലഭിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഓൾറെഡി, യെസ്. ഇത് ഒരു ഇന്ത്യക്കാർക്ക് മാത്രം കിട്ടുന്ന ഒരു അവാർഡല്ല, ഒരു ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ, സിറ്റിസൺ എന്നുള്ള രീതിയിലല്ല. അപ്പോൾ ഫോറിനേഴ്സിനും ഇത് കൺഫർ ചെയ്യാറുണ്ട്. അപ്പം ഫസ്റ്റ് നാച്ചുറലൈസ് സിറ്റിസൺ എന്നുള്ള രീതിയിൽ അവാർഡ് കിട്ടിയിട്ടുള്ളത് മദർ തെരേസയ്ക്കാണ്. ദെൻ പിന്നീടുള്ള 2 ഫോറിനേഴ്സ് എന്നുള്ള രീതിയിൽ അവർക്ക് കിട്ടിയിട്ടുള്ളത് അബ്ദുൽ ഗാഫർ ഖാനാണ്, പാകിസ്ഥാനിലെ ഒരു വ്യക്തിയാണ്. അതേപോലെ തന്നെ നെൽസൺ മണ്ടേലയ്ക്കാണ്, സൗത്ത് ആഫ്രിക്കയിലെ നെൽസൺ മണ്ടേലയ്ക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പറയുന്ന ഭാരതരത്ന ആസ് എ ഫോറിനർ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുള്ളത്. ദെൻ ഭാരതരത്ന അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണോ എന്നുള്ളൊരു ചോദ്യം സുപ്രീം കോടതിയിൽ ഉയർന്നിരുന്നു. കാരണം ആർട്ടിക്കിൾ 18 പ്രകാരം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 18 പ്രകാരം നമുക്കറിയാം ഈ ടൈറ്റിൽസ് ഒക്കെ അബോളിഷ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. അപ്പോൾ ടൈറ്റിൽസ് ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല എന്നാണ് പറയുന്നത്. അപ്പം ബാലാജി രാഘവൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള ആ ഒരു കേസിൽ കോടതി എന്ത് ചെയ്തു, ഇത് ഒന്ന് പരിഗണിച്ചിരുന്നു. അതായത് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ആണോ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം കോടതി പറഞ്ഞിട്ടുള്ളത് ഇത് ഒരു റെക്കഗ്നിഷൻ, ഒരു വ്യക്തിക്ക് വേണ്ട മെറിറ്റ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്ന, ആ ഒരു വ്യക്തിയുടെ മെറിറ്റ് റെക്കഗ്നൈസ് ചെയ്യുന്നത് ഒരിക്കലും എന്താണ് ടൈറ്റിൽസോ അതൊരിക്കലും ഒരു അൺഈക്വൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് വരുന്നത്, അതൊരിക്കലും ഒരു ഡിസ്ക്രിമിനേഷൻ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയില്ല. ഇത് എന്ത് ചെയ്യണം, നമ്മൾ ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോടതി പറഞ്ഞിട്ടുണ്ട്. അതായത് ആർട്ടിക്കിൾ 51A ക്ലോസ് ജെയിനകത്ത് പറയുന്നുണ്ട് അല്ലേ, എന്താ പറയുന്നത്, അതായത് എക്സെപ്ഷണൽ
ആയിട്ടുള്ള ടാലൻറ്റുകൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം അല്ലേ. അവിടെ പറയുന്നത് റിവാർഡിങ് മെറിറ്റ് എൻകറേജസ് പീപ്പിൾ ടു സ്ട്രൈവ് ഫോർ എക്സലൻസ് ആൻഡ് ബെനിഫിറ്റ് ദ നേഷൻ. സോ അത് ഒരു നല്ല കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഭാരതത്തിന് അൺകോൺഷ്യസ് ആയിട്ട് പറയാൻ കഴിയില്ല. ആൻഡ് ഓൾസോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇത് ഒരിക്കലും ഒരു സഫിക്സോ പ്രിഫിക്സോ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഭാരതരത്ന എന്നുള്ള ഒരു ഈ പറയുന്ന അവാർഡ് ഒരിക്കലും എവിടെയും എന്ത് ചെയ്യാൻ പാടില്ല, ഒരാളുടെ മുന്നിലോ ആ ആളുടെ പേരുടെ പിന്നിലോ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല ആ വ്യക്തി. അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവാർഡഡ് ഭാരതരത്ന എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് എവിടെയെങ്കിലും കാണിക്കാൻ വേണ്ടി പറ്റും എന്നല്ലാതെ വേറെ ഒരു തരത്തിലുള്ള പ്രിവിലേജസും കിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതൊരു ടൈറ്റിലായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുമില്ല. റൈറ്റ്. ദെൻ അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ന്യൂസ് എന്ന് പറയുന്നത് വൈഭവ് ആൻഡ് വജ്ര സ്കീമാണ്. എന്താണ് ഈ വൈഭവ് വജ്ര സ്കീം എന്ന് പറയുന്നത്? വൈഭവ് എന്ന് പറയുന്നത് വൈശ്വിക് ഭാരതീയ വൈജ്ഞാനിക് സ്കീം എന്നുള്ളതാണ്. സോ ഇതിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഒറിജിനിലുള്ള പുറത്തുള്ള സയൻറ്റിസ്റ്റുകളെ എന്ത് ചെയ്യാണ്, അതായത് പുറത്ത് അവർ വർക്ക് ചെയ്യുന്ന ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള സയൻറ്റിസ്റ്റുകളെ എന്ത് ചെയ്യാണ്, ഇന്ത്യയിലോട്ട് കൊണ്ടുവരികയാണ്. ഒരു കൊളാബറേഷന് വേണ്ടി ഇന്ത്യയിലുള്ള ഒരു ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് എന്ത് ചെയ്യുന്നു, കൊളാബറേറ്റ് ചെയ്യുന്നു. അത് ഒരു 3 മാസം പെർ ഇയർ, അങ്ങനെ ഒരു 3 വർഷത്തോട്ട് എന്ത് ചെയ്യാണ്, അവരെ ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നിട്ട് ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാക്കുന്നു, ഒരു പ്രൊജക്റ്റിൻ്റെ കൊളാബറേറ്റ് ചെയ്യുന്നു. സോ ഇതാണ് മെയിൻ ആയിട്ടുള്ള ഫോക്കസ്. ആൻഡ് ഇതിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് റിസർച്ച് ആവാം, അതേപോലെ തന്നെ നോളജ് ഷെയറിങ്. കാരണം അവർ ആ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് വരുമ്പോൾ തന്നെ എന്ത് ചെയ്യും, കുറേ കാര്യങ്ങൾ ഇവിടെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എന്ത് ചെയ്യാൻ പറ്റും, കുറേ കാര്യങ്ങൾ, ഒരു നോളജ് ഷെയറിങ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ എലിജിബിലിറ്റി ആരൊക്കെയാണ്, ഇത് ഈ വൈശ്വിക് ഭാരതീയ വൈജ്ഞാനിക് എന്ന് പറയുന്ന ഈ സ്കീം ഇന്ത്യൻ ഒറിജിൻ സയൻറ്റിസ്റ്റുകൾ, പുറത്ത് വർക്ക് ചെയ്യുന്ന ഇന്ത്യൻ ഒറിജിൻ സയൻറ്റിസ്റ്റുകൾക്ക് മാത്രമായിട്ട് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്കീമാണ്. ആൻഡ് ഇത് ബെനിഫിറ്റ് എന്ന് പറയുന്നത് പെർ മന്ത് 4 lakhs. ഇത് ഫെലോഷിപ്പ് ഗ്രാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പെർ മന്ത് 4 lakhs ആണ് കൊടുക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞു ഒരു വർഷത്തിൽ 3 മാസം, അങ്ങനെ 3 വർഷമാണ് ഈ ഒരു സ്കീമിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. സോ ട്രാവൽ, അക്കോമഡേഷൻ, റിസർച്ച് ഗ്രാൻഡ് എല്ലാം എന്ത് ചെയ്യുന്നു, ഈ ഫെലോഷിപ്പ് ഗ്രാൻഡ് ആയിട്ട് കിട്ടും. ആൻഡ് ഈ സ്കീം നടപ്പാക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. റൈറ്റ്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് വേറൊരു സ്കീം ഉണ്ടായിരുന്നു, വജ്ര സ്കീം എന്നുള്ളൊരു സ്കീം. സോ ഈ സ്കീമിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് വിസിറ്റിംഗ് അഡ്വാൻസ് ജോയിൻറ്റ് റിസർച്ച് ഫാക്കൽറ്റി ആണ്. സോ ഇത് പുറത്തുള്ള ഓവർസീസ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റുകളെ, അത് ഇൻക്ലൂഡിങ് നോൺ ഇന്ത്യൻസ്, വൈശ്വിക്കിൻ്റെ അകത്ത് ഇന്ത്യൻ ഒറിജിൻ ആളുകളെ മാത്രമേ കൊണ്ടുവരുള്ളൂ. പക്ഷെ വജ്രയുടെ അകത്ത് എന്താണ്, ഫോറിൻ ആരെ വേണമെങ്കിലും പുറത്തുള്ള ഏത് ഫാക്കൽറ്റീനും എന്ത് ചെയ്യാണ്, ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിലോട്ട് കൊണ്ടുവരികയാണ്. മെയിൻലി ടീച്ചിങ്ങിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൊളാബറേഷൻ, റിസർച്ച്, സയൻസ്, അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് കൊണ്ടുവരാം. ഇതിൻ്റെ എലിജിബിലിറ്റി നേരത്തെ പറഞ്ഞ പോലെ ഓൾ ഓവർസീസ് സയൻറ്റിസ്റ്റുകളാണ്, ഒരിക്കലും ഒരു റെസ്ട്രിക്ഷൻ അവിടെ ഇല്ല. വജ്ര സ്കീമാണ് ആദ്യം വന്നിട്ടുള്ളത്. റൈറ്റ്. ആൻഡ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുകയാണെങ്കിൽ $15,000 ആണ് ആദ്യത്തെ മാസത്തിൽ. ആൻഡ് പിന്നീടുള്ള സെക്കൻഡ് ആൻഡ് തേർഡ് മന്ത്സിൽ എന്ത് ചെയ്യും, $10,000 വീതമാണ് കൊടുക്കുന്നത്. ആൻഡ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് റിസർച്ച് ബോർഡാണ്. സെർബ് എന്ന് പറയുന്ന ആ ഒരു ബോർഡാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ടുള്ള ഡിഫറൻസുകൾ നോക്കുകയാണെങ്കിൽ നമ്മൾ വൈഭവ് വജ്ര നോക്കുകയാണെങ്കിൽ, വജ്രയാണ് ആദ്യം വന്നിട്ടുള്ളത്. വജ്രേൻ്റെ അകത്ത് ഇറ്റ് ഈസ് ഓപ്പൺ ഫോർ ഓൾ, ഈവൻ ഫോറിൻ ആയിട്ടുള്ള ഫാക്കൽറ്റീസിനും എന്ത് ചെയ്യാൻ വേണ്ടി വരാൻ പറ്റും. പക്ഷേ വൈഭവിൻ്റെ അകത്ത് ഇന്ത്യൻ ഒറിജിനിലുള്ള സയൻറ്റിസ്റ്റുകളെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുന്നു, അവരുടെ കൊളാബറേറ്റ് ചെയ്യിക്കുന്നു. ആൻഡ് വൈഭവിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ up to 3 years ആണ്. വജ്ര 1 year പ്രോഗ്രാമാണ്. ഫണ്ടിങ് അറിയാം, വൈഭവിൻ്റെ കാര്യത്തിൽ കുറച്ച് കുറവാണ് ഫണ്ടിങ് എന്ന് പറയുന്നത്. പക്ഷേ എല്ലാവിധ ലിവിങ് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ട്. വജ്രയുടെ അകത്ത് ഹയർ എമൗണ്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഫോക്കസ് നോക്കുകയാണെങ്കിൽ ഒരു ലോങ് ടേം കൊളാബറേഷൻ 3 മാസം പെർ ഇയർ ആൻഡ് up to 3 years എന്നുള്ള രീതിയിലാണ് വൈഭവ് വരുന്നത്. പക്ഷെ വജ്ര എന്ന് പറയുന്നത് ഒരു 1 yearൻ്റെ ഒരു ഷോർട്ടർ ഡ്യൂറേഷനിലുള്ള പ്രോഗ്രാമാണ്. എലിജിബിലിറ്റി നമുക്ക് ഓൾറെഡി പറഞ്ഞു, വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിസർച്ച് ട്രാക്ക് റെക്കോർഡൊക്കെ ഉള്ള വ്യക്തികളെയാണ് വൈഭവ് സ്കീമിലൂടെ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. ഇത് ന്യൂസിൽ വരാനുള്ള കാരണം ഇതാണ്, ഇത്തവണ ഒരു വൈഭവ് സ്കീമിൻ്റെ ഫസ്റ്റ് ബാച്ച് എന്ത് ചെയ്യുന്നു, ഫെലോഷിപ്പ് ഗ്രാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, അലൗ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് അതിൻ്റെ ഫസ്റ്റ് ബാച്ചിൻ്റെ സെക്കൻഡ് സൈക്കിളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ അത് അലൗ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഇത് ന്യൂസിൽ വന്നിട്ടുള്ളത്. ആൻഡ് വജ്രേൻ്റെ അകത്തും ഇതേ പറയുന്ന പോലെ തന്നെ റിക്വയർസ് എക്സ്പെർട്ടീസ് ഇൻ റെലവൻറ്റ് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ പോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ. അതേപോലെ തന്നെ എക്സാമ്പിൾ ഓഫ് റിസർച്ച് ഏരിയാസ്, ഏതൊക്കെ റിസർച്ച് ഏരിയ, വൈഭവിൻ്റെ അകത്ത് STEM എന്ന് പറയുന്നതാണ്, സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്ത്, മെഡിസിൻ എന്നുള്ള ഏരിയ ആണ് കവർ ചെയ്യുന്നത്. വജ്രേൻ്റെ അകത്ത് എനി ഫീൽഡ് ഓഫ് സയൻസ് ഓർ എഞ്ചിനീയറിംഗ് ആണ് കവർ ചെയ്യുന്നത്. റൈറ്റ്. ദെൻ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത് AMU ലീഗൽ ഡിസ്പ്യൂട്ടാണ്. സുപ്രീം കോടതി പരിശോധിക്കുന്നത് ആ പറയുന്ന AMUവിന് ഒരു മൈനോറിറ്റി സ്റ്റാറ്റസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നമ്മുടെ സുപ്രീം കോടതി ഇപ്പം ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നത്. റൈറ്റ്. സോ
ഇതിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് 1877 സർ സയ്യിദ് അഹമ്മദ് ഖാൻ എന്ത് ചെയ്തു, ഒരു മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഇത് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് മുസ്ലിംസിൻ്റെ എഡ്യൂക്കേഷണൽ ബാക്ക്വേർഡ്നെസ് കൺസിഡർ ചെയ്തുകൊണ്ടായിരുന്നു. അപ്പോൾ അവരെ ഒന്ന് എംപവർ ചെയ്യാൻ, അവരെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ പറയുന്ന മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സബ്സീക്വൻ്റ്ലി എന്ത് ചെയ്തു, അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി ആക്ട് 1920 പാസ്സായതോടുകൂടി എന്ത് ചെയ്തു, ഇത് ഒരു അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി AMU എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഇത് MAO കോളേജും അതേപോലെ തന്നെ മുസ്ലിം യൂണിവേഴ്സിറ്റി അസോസിയേഷനും കൂടി എന്ത് ചെയ്തു, ക്ലബ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഇതിപ്പം AMU എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ ആക്ടാണ് ഈ നമ്മളുടെ റെലവെൻ്റ് ആയിട്ടുള്ള ആക്ട് എന്ന് പറയുന്നത് ഈ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി ആക്ട് 1920 ആണ്. ഇതാണ് സുപ്രീം കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഈ ആക്ട് 2 തവണ അമെൻഡ് ചെയ്തിട്ടുണ്ട്. 1951 അമെൻഡ് ചെയ്തിട്ടുണ്ട്, 1965 അമെൻഡ് ചെയ്തിട്ടുണ്ട്. 1951 അമെൻഡ് ചെയ്തതിൻ്റെ എന്താണ് ചെയ്തത്, അവർ ആ ഒരു പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി കൂടുതലായിട്ടും എക്സ്ക്ലൂസീവ്ലി ആക്ച്വലി മുസ്ലിംസ് കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു. ആൻഡ് മുസ്ലിം റെപ്രസെൻറ്റേഷൻ വളരെയധികം കൂടുതലായിരുന്നു ഈ യൂണിവേഴ്സിറ്റി കോർട്ടിലൊക്കെ. പക്ഷേ ഇത് എന്ത് ചെയ്തു, ഈ അമെൻമെൻറ്റോട് കൂടി ആ ഒരു കാര്യം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള മുസ്ലിം ആ റെപ്രസെൻറ്റേഷൻ എന്ത് ചെയ്തു, അത് റിമൂവ് ചെയ്തു. അപ്പോൾ ആർക്ക് വേണം, ഇറ്റ് ഈസ് ഓപ്പൺ ടു ഓൾ എന്നുള്ള രീതിയിലാക്കി 1951 അമെൻമെൻറ്റ്. അതേപോലെ തന്നെ 1965 അമെൻമെൻറ്റ് അകത്തും ഇത് എന്ത് ചെയ്തു, യൂണിവേഴ്സിറ്റി കോർട്ട് പല പവേഴ്സ്, യൂണിവേഴ്സിറ്റി കോർട്ടിൻ്റെ പല പവേഴ്സും എന്ത് ചെയ്ത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എമംഗ് ഡിഫറെൻറ്റ് ബോഡീസ്, ഡിഫറെൻറ്റ് എക്സിക്യൂട്ടീവ് ബോഡീസ്, റൈറ്റ്. അപ്പം അൾട്ടിമേറ്റ്ലി ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു യൂണിവേഴ്സിറ്റി എന്ത് ചെയ്തു, അതിപ്പോൾ ഒരു ഓപ്പൺ ടു ഓൾ എന്നുള്ള രീതിയിലായി, അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഓപ്പൺ ടു ഓൾ എന്നുള്ള രീതിയിലായി ഈ 2 അമെൻമെൻറ്റ് വന്നതോടുകൂടി. അപ്പം ആ സമയത്ത് തന്നെ ഇതിൻ്റെ ഒരു യൂണിവേഴ്സിറ്റിയുടെ മൈനോറിറ്റി സ്റ്റാറ്റസിനെ കുറിച്ച് തന്നെ ആ സമയത്ത് തന്നെ ഒരു കൈൻഡ് ഓഫ് ഡിസ്പ്യൂട്ട് വന്നിട്ടായിരുന്നു. ഇത് അസീസ് ഭാഷ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ കേസിലായിരുന്നു ഇത് സുപ്രീം കോടതിയിൽ ആദ്യമായി ലീഗൽ ഡിസ്പ്യൂട്ട് ആയിട്ട് വന്നത്. ആൻഡ് ഇത് ഈ പറയുന്ന 2 അമെൻമെൻറ്റ്സിനെ ചാലഞ്ച് ചെയ്തുകൊണ്ടിട്ടായിരുന്നു മുസ്ലിം കമ്മ്യൂണിറ്റി എന്ത് ചെയ്തത് പോയത്. അപ്പം ആ കോടതി ഈ ഒരു പെർട്ടിക്കുലർ കേസിൻ്റെ അകത്ത് പറഞ്ഞത് AMU എന്ന് പറയുന്ന അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇറ്റ് വാസ് നെയ്തർ എസ്റ്റാബ്ലിഷ് നോർ അഡ്മിനിസ്ട്രേഡ് ബൈ ദ മുസ്ലിം മൈനോറിറ്റി. ഇത് മുസ്ലിം മൈനോറിറ്റി അല്ല എസ്റ്റാബ്ലിഷ് ചെയ്തത്, ഇത് മുസ്ലിം മൈനോറിറ്റി അല്ല അഡ്മിനിസ്ട്രേറ്റ് ചെയ്തത്. ഈ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നമ്മൾ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി ആക്ട്, ഒരു സെൻട്രൽ ലെജിസ്ലേഷൻ്റെ ഭാഗമായിട്ടാണ് ഇത് എസ്റ്റാബ്ലിഷ് ആയത്. അതുകൊണ്ട് തന്നെ ഇതിനെന്തില്ല, അതുകൊണ്ട് തന്നെ ഇതിനൊരു മൈനോറിറ്റി സ്റ്റാറ്റസ് എന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടി കഴിയില്ല എന്ന് പറഞ്ഞു. പിന്നെ 1981 ഈ ജഡ്ജ്മെൻറ്റ് ഓവർടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നു ഈ പറയുന്ന ആക്ടിന്. ആൻഡ് ഈ ആക്ടിനെ 1981 അമെൻഡ് ചെയ്തിട്ട് പറഞ്ഞു അത് ഒരു മൈനോറിറ്റി സ്റ്റാറ്റസ് ഡിസേർവ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി ആണ് എന്നുള്ള രീതിയിൽ ഇതിനെ കൊണ്ടുവന്നു 1981 അമെൻമെൻറ്റ്. ആൻഡ് 2005 അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി എന്ത് ചെയ്തു, അവരുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ കോളേജിലോട്ടുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് സീറ്റ്സ് എന്ത് ചെയ്തു 50% എന്ത് ചെയ്തു മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്തു. ഈ റിസർവേഷൻ പോളിസീനെ ചാലഞ്ച് ചെയ്തുകൊണ്ട് അലഹദാബാദ് ഹൈക്കോർട്ടിലോട്ട് പോയി. ഡോക്ടർ നരേഷ് അഗർവാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള കേസിലാണ് പോയത്. ആൻഡ് ഈ പറയുന്ന കേസിൽ കോടതി എന്ത് ചെയ്തു 1981, അതായത് മുസ്ലിം സ്റ്റാറ്റസ് ഡിസേർവ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ആണെന്ന് പറയുന്ന അമെൻമെൻറ്റ് എന്ത് ചെയ്തു സ്ട്രക്ക് ഡൗൺ ചെയ്തു. അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു സ്ട്രൈക്ക് ഡൗൺ ചെയ്തു. ആക്ടിൻ്റെ അൾട്രാവയസ് ആണ് ഈ പറയുന്ന 1981 അമെൻമെൻറ്റ്. അതുകൊണ്ട് തന്നെ അത് നിലനിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു അത് റിമൂവ് ചെയ്തു, റൈറ്റ്. ഇത് ചാലഞ്ച് ചെയ്ത് 2006 തന്നെ എന്ത് ചെയ്തു യൂണിവേഴ്സിറ്റിയും അതേപോലെ തന്നെ യൂണിയൻ ഓഫ് ഇന്ത്യയും കൂടി എന്ത് ചെയ്തു ഒരുമിച്ച് അപ്പീൽ ചെയ്തു. 2016 യൂണിയൻ ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നു, അത് ആ അപ്പീൽ വിഡ്രോ ചെയ്തു. ഇപ്പം ഈ യൂണിവേഴ്സിറ്റി ഒറ്റയ്ക്കാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന അപ്പീലിൽ ഉള്ളത്, റൈറ്റ്. സുപ്രീം കോടതിയുടെ മുന്നിൽ 2 ഇഷ്യൂസാണ് ഇപ്പോൾ ഉള്ളത്. ഫസ്റ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് എന്ത് ക്രൈറ്റീരിയ ആണ് ഒരു മൈനോറിറ്റി സ്റ്റാറ്റസ് കൊടുക്കാൻ വേണ്ടി ആവശ്യമുള്ളത് എന്നുള്ളതാണ്. ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ മൈനോറിറ്റി സ്റ്റാറ്റസ് കൊടുക്കണമെങ്കിൽ എന്ത് ക്രൈറ്റീരിയ ആണ് മീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആദ്യം സുപ്രീം കോടതി പരിശോധിക്കുന്നത്. രണ്ടാമത്തത് പരിശോധിക്കുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു സ്റ്റാറ്റ്യൂട്ട് പ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്തതാണെങ്കിൽ അതിന് ഒരു മൈനോറിറ്റി സ്റ്റാറ്റസ് എൻജോയ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 ഇഷ്യൂസാണ് ഇപ്പം സുപ്രീം കോടതിയുടെ മുന്നിലുള്ളത്. അതാണ് ഇപ്പം സുപ്രീം കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്, റൈറ്റ്. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് നമ്മളുടെ ICJ റൂളിംഗ് ആണ്. ജനോസൈഡ്
നമ്മൾ ഇസ്രായേലിന് എഗെയിൻസ്റ്റ് നമ്മൾ സൗത്ത് ആഫ്രിക്ക കൊടുത്ത ഒരു കേസാണ്. അതായത് ഗാസ സ്ട്രിപ്പിൽ നമുക്കറിയാം ഒരു വോർ അവിടെ നടക്കുന്നുണ്ട്. ആ വോറിൻ്റെ ഭാഗമായിട്ട് ഗാസ സ്ട്രിപ്പിൽ ഇസ്രായേൽ ഒരുപാട് കാഷ്വാലിറ്റീസിന് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് ബോംബാർഡ്മെന്റ്സ് നടത്തിയിട്ടുണ്ട്, സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ തകർന്നിട്ടുണ്ട്. സോ അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് സൗത്ത് ആഫ്രിക്ക ഒരു ICJയിൽ ഒരു കേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ്രയേലിൻ്റെ ആക്ഷൻസ്, ഗാസയിൽ ഇസ്രയേൽ ചെയ്യുന്ന ആക്ഷനുകളെല്ലാം ജനോസൈഡിന് തുല്യമാണ് എന്നുള്ള രീതിയിൽ. ആൻഡ് ഇത് സൗത്ത് ആഫ്രിക്ക ഇത് ഇൻവോക്ക് ചെയ്തത് ജനോസൈഡ് കൺവെൻഷൻ്റെ ആർട്ടിക്കിൾ 9 പ്രകാരമാണ് ഇത് ഇൻവോക്ക് ചെയ്തത്. സോ ഈവൻ ദോ സൗത്ത് ആഫ്രിക്ക ഡയറക്ട്ലി പാർട്ടി അല്ലെങ്കിൽ പോലും, അതായത് കോൺഫ്ലിക്റ്റിൻ്റെ അകത്ത് പാർട്ടി അല്ലെങ്കിൽ പോലും, സൗത്ത് ആഫ്രിക്കയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആർട്ടിക്കിൾ 9 പ്രകാരം സൗത്ത് ആഫ്രിക്ക, അതായത് ജനോസൈഡ് കൺവെൻഷനിലെ പാർട്ടീസ് ആയിട്ടുള്ള ഏതൊരു പാർട്ടിക്കും എന്ത് ചെയ്യാൻ പറ്റും? മറ്റു പാർട്ടിക്ക് എഗെയിൻസ്റ്റ് കേസ് കൊണ്ടുവരാൻ പറ്റും. അവർ ജനോസൈഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ജനോസൈഡിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ആ ഒരു ആർട്ടിക്കിൾ 9 യൂസ് ചെയ്തുകൊണ്ടാണ് സൗത്ത് ആഫ്രിക്ക ഇസ്രായേലിനെ എഗെയിൻസ്റ്റ് ആയിട്ട് കേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. കൺവെൻഷൻ്റെ ഭാഗമായിട്ട് കോടതി സൗത്ത് ആഫ്രിക്കയ്ക്ക് അനുകൂലമായിട്ട് ഒരു പ്രൊവിഷണൽ മെഷർ ഓർഡർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ആൻഡ് കോടതി ഈ പറയുന്നത് ഇവിടെ നമുക്ക് കാണാം. ഇൻ ദ കോർട്ട്സ് വ്യൂ അറ്റ്ലീസ്റ്റ് സം ഓഫ് ദ ആക്ട്സ് ആൻഡ് കമ്മീഷൻസ് അലജ്ഡ് ബൈ സൗത്ത് ആഫ്രിക്ക. അപ്പോൾ അറ്റ്ലീസ്റ്റ് സം ഓഫ് ദി ആക്ട്സ് ആൻഡ് കമ്മീഷൻസ്, അപ്പോൾ സൗത്ത് ആഫ്രിക്ക അലജ് ചെയ്തിട്ടുള്ള ചില ആക്ഷൻസും ചില കമ്മീഷൻസും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള ആക്ടുകൾ അല്ലെങ്കിൽ കമ്മീഷനുകൾ എന്തായിട്ടുണ്ട്, അതൊരു ജനോസൈഡിൻ്റെ മീനിങ്ങിൻ്റെ ഉള്ളിൽ കൊണ്ടുവരാൻ കഴിയുന്നതാണ് പ്രീമാ ഫേസി ഓൺ ദ ഫസ്റ്റ് ഇൻസ്റ്റൻസ്. ഇത് ഒരിക്കലും എന്തല്ല ഒരു ഫൈനൽ റൂളിംഗ് അല്ല, പ്രൊവിഷണൽ ആയിട്ടുള്ള ഒരു റൂളിംഗ് ആണ്. പ്രൊവിഷണൽ റൂളിങ്ങിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ കോടതിക്ക് അത് അംഗീകരിക്കുകയുണ്ടായി. അതായത് ചില ആക്ടിവിറ്റികൾ ഇസ്രായേലിൻ്റെ ജനോസൈഡ് കൺവെൻഷൻ്റെ ഡെഫിനിഷന് കീഴിലോട്ട് കൊണ്ടുവരാൻ സാധിക്കും ഓൺ ഫസ്റ്റ് ഇൻസ്റ്റൻസ്. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് കോടതി എന്ത് ചെയ്തു? ഈ ഇസ്രായേലിലെ ഹൈ ഒഫീഷ്യൽസിൻ്റെ എല്ലാം സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം പരിശോധിക്കുകയുണ്ടായി. കാരണം അവരുടെ ഭാഗത്തുനിന്നും ഒരു ജനോസൈഡ് ഇൻറ്റൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് കോടതി അഭിപ്രായപ്പെടുന്നത്. അപ്പം കോടതി ഒരു 6 പ്രൊവിഷണൽ ഓർഡേഴ്സ് ആയിട്ട് ഇറക്കിയിട്ടുണ്ട്. ഒരു 6 മെഷേഴ്സ് ഇസ്രായേലിനോട് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ പറയുന്നത് ജനോസൈഡിൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ള രീതിയിലുള്ളൊരു ഓർഡർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇസ്രായേലിൻ്റെ മിലിറ്ററി ഒരു കാരണവശാലും ജനോസൈഡ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റികളിൽ പങ്കെടുക്കില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ പ്രിസർവ് എവിഡൻസ്, ഈ പറയുന്ന സ്ഥലങ്ങളിൽ എവിഡൻസ് ഒന്നും ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി പാടില്ല. അപ്പോൾ ജനോസൈഡിൽ അക്യൂസേഷൻ നടത്തിയിട്ടുണ്ട്. അപ്പം ഇത് എന്തായാലും കുറേ കാലം എടുക്കും ഈ ഒരു കേസ് ഫൈനൽ റൂളിംഗ് വരാൻ വേണ്ടിയിട്ട്. സോ അതുവരെ എന്ത് ചെയ്യാൻ പാടില്ല? ഈ പറയുന്ന അലിഗേഷൻസ് പറഞ്ഞിരിക്കുന്ന പല തരത്തിലുള്ള എവിഡൻസുകളൊന്നും നശിച്ചു പോകാൻ പാടില്ല, അത് പ്രിസർവ് ചെയ്യണം എന്നും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അടുത്തത് പറയുന്നത് 1 മാസത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ആക്ഷൻസ് ഇസ്രായേൽ ജനോസൈഡലായിട്ടുള്ള ആക്ടുകൾ പ്രിവെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ ആക്ഷനുകൾ ഇസ്രായേൽ ഈ 1 മാസത്തിന് എടുത്തിട്ടുണ്ട് എന്നുള്ളത് 1 മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഹൈ ഒഫീഷ്യൽ ഈ പബ്ലിക്കിൻ്റെ അടുത്തും അതേപോലെ തന്നെ ഈ ആളുകളെല്ലാം ഈ ജനോസൈഡൽ കോളുകൾ നടത്തുക, അതായത് ദേ ആർ ഇൻസൈറ്റിംഗ്, അങ്ങനത്തെ കൈൻഡ് ഓഫ് ഇൻസൈറ്റ്മെൻറ്റുകൾ നിർത്തണം എന്നുള്ളതും കർശനമായിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓൾസോ ബേസിക് ആയിട്ടുള്ള ഹ്യൂമാനിറ്റേറിയൻ നീഡ്സ് എന്ത് ചെയ്യണം? അത് ലഭ്യമാക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 6 പ്രൊവിഷണൽ മെഷേഴ്സാണ് കോടതി എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. പ്രൊവിഷണൽ മെഷർ എന്ന് പറയുമ്പോൾ ഇൻറ്ററിം ഓർഡർ ആണ് ഇത് ഫൈനൽ ഓർഡേഴ്സ് അല്ല. ഇത് ഫൈനൽ റൂളിംഗ് വരുന്ന വരെ ഇത് എൻഫോഴ്സിബിൾ ആയിരിക്കും. ആൻഡ് ഇത് ഒരു ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള ഓർഡേഴ്സ് ആണ്. ബിക്കോസ് ഇത് ഇസ്രായേലെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇസ്രായേൽ അവിടെ ഒരു ഇൻ്റർനാഷണൽ ഒബ്ലിഗേഷനെ ബ്രീച്ച് വരുത്തുകയുണ്ട്. അപ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും ഒരു ഇൻ്റർനാഷണൽ ഒബ്ലിഗേഷൻ ഉണ്ടാവും, റൈറ്റ്? അപ്പോൾ ആ ഇൻ്റർനാഷണൽ ഒബ്ലിഗേഷന് ഒരു ബ്രീച്ച് വരുത്തുന്ന ഒരു കാര്യമാവും ഇസ്രായേൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ, റൈറ്റ്? ഇനി നമ്മൾ ജനോസൈഡ് കൺവെൻഷനെ കുറിച്ചാണ് പറയേണ്ടത്. ജനോസൈഡ് കൺവെൻഷൻ എന്ന് പറയുന്നത് 1948 യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലി അഡോപ്റ്റ് ചെയ്ത ഒരു കൺവെൻഷനാണ്. ആൻഡ് ഈ കൺവെൻഷൻ എന്താ ചെയ്യുന്നത്? ഫോർ ദ ഫസ്റ്റ് ടൈം ജനോസൈഡ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നു. അതേപോലെ തന്നെ അത് പ്രിവെൻറ്റ് ചെയ്യാനും അത് പണിഷ് ചെയ്യാനും പ്രൊവിഷൻസ് നൽകുന്ന ഒരു കൺവെൻഷനാണ്. ഈ 2022
ആകുമ്പം ഓൾമോസ്റ്റ് 153 സ്റ്റേറ്റ് പാർട്ടീസ് ആണ് ഈ കൺവെൻഷൻ്റെ അകത്ത് ഉള്ളത്. ജനോസൈഡിനെ ഒരു ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഈ ആർട്ടിക്കിൾ 2ൻ്റെ അകത്താണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അവിടെ പറയുന്നത് ആക്ട്സ് ദാറ്റ് ആർ കമ്മിറ്റഡ് വിത്ത് ഇൻറ്റൻറ്റ് ടു ഡിസ്ട്രോയ് ഇൻ ഹോൾ, പൂർണ്ണമായിട്ട് നശിപ്പിക്കുക അല്ലെങ്കിൽ പാർഷ്യലി നശിപ്പിക്കുക. എന്താ നശിപ്പിക്കുന്നത്? നാഷണൽ, എത്നിക്കൽ, റേഷ്യൽ ഓർ റിലീജിയസ് ഗ്രൂപ്പ്. അപ്പോൾ നാഷണൽ ആയുള്ള, എത്നിക്കൽ ആയിട്ടുള്ള, റിലീജിയസ്, റേഷ്യൽ ഗ്രൂപ്പുകളെ കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ പാർഷ്യലി ഡിസ്ട്രോയ് ചെയ്യുന്ന എല്ലാ തരത്തിലും ഉള്ള ആക്ടിവിറ്റികൾ, ആ ഒരു പെർട്ടിക്കുലർ ഇൻറ്റൻറ്റ് ഇതിനെയാണ് നമ്മൾ ജനോസൈഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യും? അത് കില്ലിങ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ആളുകളെ കൊല്ലുന്നത്. അതേപോലെ തന്നെ സീരിയസ് ബോഡി ഹാം അല്ലെങ്കിൽ മെൻ്റൽ ഹാം ഉണ്ടാക്കുന്നത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഡെലിബറേറ്റ് ആയിട്ടുള്ള ഉദ്ദേശത്തോട് കൂടി എന്ത് ചെയ്യുന്നു, ഈ ഫിസിക്കൽ ഡിസ്ട്രക്ഷൻ ഉദ്ദേശം കൊണ്ട് ആളുകളിലെ പൂർണ്ണമായിട്ടും നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെള്ളം അടച്ചിടുക, ഒരു പെർട്ടിക്കുലർ ഏരിയയിലോട്ട് വെള്ളം അടച്ചിടുക, ഒരു പെർട്ടിക്കുലർ ഏരിയയിലോട്ട് ഫുഡ് എത്തിക്കാണ്ടിരിക്കുക, ഇതെല്ലാം ബ്ലോക്ക് ചെയ്യുക. സോ ഇതെല്ലാം എന്താണ്? ഒരു ഫിസിക്കൽ ഡിസ്ട്രക്ഷൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു ഡെലിബറേറ്റ് ആക്ടിവിറ്റികളാണ്. ഇതും ജനോസൈഡിൻ്റെ പരിധിയിൽ കൊണ്ടുവരാവുന്നതാണ്. അതേപോലെ തന്നെ ബർത്തുകൾ പ്രിവെൻറ്റ് ചെയ്യാൻ, ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിൽ ബർത്തുകൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൈക്കൊള്ളുന്ന കാര്യങ്ങൾ, ഒരു ഗ്രൂപ്പിൽ നിന്ന് വേറെ ഗ്രൂപ്പിലോട്ട് കുട്ടികളെ ട്രാൻസ്ഫർ ചെയ്യുന്നു, ഇതും ജനോസൈഡിൻ്റെ ഡെഫിനിഷൻ്റെ കീഴിൽ വരുന്ന ആക്ടിവിറ്റികളാണ്. റൈറ്റ്? എന്തൊക്കെ ആക്ടുകൾ പണിഷ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 3ലാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് ജനോസൈഡിൻ്റെ പണിഷ് ചെയ്യാം. അതേപോലെ തന്നെ കോൺസ്പിറസി, ജനോസൈഡും ഗൂഢാലോചന, അത് പണിഷ് ചെയ്യാം. അതേപോലെ തന്നെ ഡയറക്റ്റ് ആൻഡ് പബ്ലിക് ഇൻസൈറ്റ്മെൻറ്റ്, അല്ലേ? പബ്ലിക് കോൾ ചെയ്യാണ്, അതായത് ഈ പറയുന്ന ഗ്രൂപ്പുകളെ നശിപ്പിച്ച് കളയണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്, അതും പണിഷബിൾ ആയിട്ടുള്ള ആക്ടാണ്. അതേപോലെ തന്നെ ജനോസൈഡ് ചെയ്യാൻ വേണ്ടി കമ്മിറ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ കൂട്ട് നിൽക്കുന്നത്, ജനോസൈഡിന് വേണ്ടി കൂട്ടുക അല്ലെങ്കിൽ അബെറ്റ് ചെയ്യുന്നത്, അവരെ സഹായിക്കുക, ഇൻറ്റൻഷനലി എയ്ഡ് ചെയ്യുന്നത്, ഇതെല്ലാം എന്താണ്? പണിഷബിൾ ആക്ടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. റൈറ്റ്? ഇനി ICJൻ്റെ അടുത്താണ്, കാരണം ഈ ജനോസൈഡ് കൺവെൻഷൻ പറയുന്നത് അങ്ങനത്തെ ഡിസ്പ്യൂട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ICJനെയാണ് സമീപിക്കേണ്ടതാണ് പറയുന്നത്. അപ്പോൾ ICJ റിലേറ്റഡ് ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ICJ എന്ന് പറയുന്നത് 6 പ്രിൻസിപ്പൽ ഓർഗൻസ് ഉണ്ട് യുണൈറ്റഡ് നേഷൻസിന്. അതിൻ്റെ അകത്തുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പൽ ഓർഗൻ ആണ് ICJ എന്ന് പറയുന്നത്. ICJ ഇസ് ദ ഓൺലി ഓർഗൻ വിച്ച് ഇസ് ഔട്ട്സൈഡ് ന്യൂയോർക്ക്. ബാക്കിയുള്ള എല്ലാ 5 ഓർഗനുകളും എന്താണ്? ന്യൂയോർക്ക് സിറ്റിയിലാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുക. പക്ഷേ ICJ എന്ന് പറയുന്നത് പീസ് പാലസ് എന്ന് അറിയപ്പെടുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട്, അത് ഹേഗ്, നെതർലാൻഡ്സിലാണ് ഉള്ളത്. റൈറ്റ്? ആൻഡ് ഇവരുടെ ലാംഗ്വേജ്, ഈ ഓപ്പറേറ്റിംഗ് വർക്കിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഫ്രഞ്ചും അതേപോലെ തന്നെ ഇംഗ്ലീഷുമാണ്. ICJയിൽ ടോട്ടൽ 15 ജഡ്ജിമാരാണ് ഉള്ളത്. ഇപ്പോഴത്തെ ജഡ്ജ്, ചീഫ് ജഡ്ജ്, അവർ നമ്മൾ പ്രസിഡന്റ് ഓഫ് ICJ എന്നാണ് പറയുക. പ്രസിഡന്റ് ഓഫ് ICJ എന്ന് പറയുന്നത് ജോൻ ഇ ഡൊനോഗ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയാണ് ഈ പ്രാവശ്യത്തെ പ്രൊവിഷണൽ മെഷേഴ്സ് വായിച്ചിട്ടുള്ളത്. റൈറ്റ്? ആൻഡ് ഇതിലോട്ട് നേരത്തെ പറഞ്ഞ പോലെ 15 ടോട്ടലായിട്ടുള്ള ജഡ്ജസാണ് ഉണ്ടാവുക. ജനറൽ അസംബ്ലിയും സെക്യൂരിറ്റി കൗൺസിലും ആണ് എന്ത് ചെയ്യുന്നത്? ഇവരെ എലക്ട് ചെയ്യുന്നത്. 9 വർഷമാണ് ഇവരുടെ ടേം എന്ന് പറയുന്നത്. എലക്ഷൻ എന്ന് പറയുന്നത് എല്ലാ 3 വർഷത്തിലും ഉണ്ടാവും. 1/3 സീറ്റ്സിലോട്ട് ആണ് ഈ പറയുന്ന എലക്ഷൻസ് ഉണ്ടാവുന്നത്. ഫസ്റ്റ് ICJയുടെ കേസ് എന്ന് പറയുന്നത് കോർഫു ചാനൽ കേസാണ്. 1949 നടന്ന കേസാണ്. UK-യും ആൽബാനിയും വെച്ച് നടക്കുന്ന കേസാണ് കോർഫു ചാനൽ കേസ്. ഇന്ത്യയിൽ എത്ര ജഡ്ജിമാർ ICJയിലുണ്ട്, അല്ലെങ്കിൽ ICJ ഇന്ത്യയുടെ റെപ്രസെൻറ്റേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ള അടുത്തൊരു ചോദ്യം. ഇപ്പോഴത്തെ കറണ്ട് ആയിട്ടുള്ള ആള് എന്ന് പറയുന്നത് ICJയിലുള്ള ജഡ്ജ് എന്ന് പറയുന്നത് ജഡ്ജ് ദൽവീർ ഭണ്ഡാരി എന്ന് പറയുന്ന വ്യക്തിയാണ്. ആൻഡ് ഇതിന് മുന്നേ അദ്ദേഹത്തിന് മുന്നേ രഘുനാഥ് സ്വരൂപ് പതക് വന്നിട്ടുണ്ട്. അതിന് മുന്നേ നാഗേന്ദ്ര സിംഗ് വന്നിട്ടുണ്ട്. ആൻഡ് അതിന് മുന്നേ എന്ത് ചെയ്യുന്നത്? BN റാവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ആയിട്ടുള്ള BN റാവു ആണ് ICJയിൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് ജഡ്ജായിട്ട് പോയിട്ടുള്ളത്. BN റാവു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ആണ് BN റാവു എന്ന് പറയുന്നത്. സോ ഇൻ ടോട്ടൽ 4 ജഡ്ജസ് ആണ് ഇപ്പം ICJയിൽ ഇന്ത്യയുടെ ഭാഗമായി റെപ്രസെൻറ്റേഷൻ ഉണ്ടായിട്ടുള്ളത്. റൈറ്റ്? ഇപ്പം ഇന്ത്യയുടെ ഭാഗമായിട്ട് ഉള്ളത് ജഡ്ജ് ദൽവീർ ഭണ്ഡാരിയാണുള്ളത്. റൈറ്റ്? ദെൻ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ ഡയമണ്ട് ജൂബിലി ആണ് ഉണ്ടായിട്ടുള്ളത്. ഡയമണ്ട് ജൂബിലി എന്ന് നമ്മൾ നോക്കുമ്പോൾ പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് 60 years അല്ലെങ്കിൽ 75 years എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഡയമണ്ട് ജൂബിലി ഒരു ആളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, ഒരു വ്യക്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതൊരു 60 years എന്നുള്ള രീതിയിലാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു ബിൽഡിംഗ്, ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചാണെങ്കിൽ ഡയമണ്ട് ജൂബിലി എന്ന് പറയുന്നത് 75 വർഷമായിട്ടാണ് പറയപ്പെടാറ്.
അപ്പോൾ സുപ്രീം കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് 75 വർഷമായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്താണ് മെയിൻലി ന്യൂസ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയമണ്ട് ജൂബിലി സെലിബ്രേഷൻ ആണ് ഈ അടുത്ത് കഴിഞ്ഞ് 28th ജാനുവരിയിൽ ആണ് നമ്മളുടെ ഡയമണ്ട് ജൂബിലി ആയിട്ട് സുപ്രീം കോടതിയുടെ ഡയമണ്ട് ജൂബിലി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, റൈറ്റ്. ആൻഡ് ഇതിന്റെ ഭാഗമായിട്ട് സുപ്രീം കോർട്ട് എന്ത് ചെയ്തു? വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ഡിജിറ്റൽ സുപ്രീം കോർട്ട് റെക്കോർഡ്സ്. സുപ്രീം കോർട്ടിന്റെ എല്ലാ 1950 മുതലുള്ള എല്ലാ റെക്കോർഡ്സും എന്ത് ചെയ്തിട്ടുണ്ട്? ഡിജിറ്റൈസ് ചെയ്തിട്ടുണ്ട്. അതെന്ത് ചെയ്ത്? അത് സുപ്രീം കോർട്ടിന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇതിപ്പോൾ ആർക്ക് വേണമെങ്കിലും ആക്സസിബിലിറ്റി, കംപ്ലീറ്റ് ആക്സസിബിലിറ്റി കൊണ്ടുവരികയാണ്. പണ്ടത്തെ കാലത്ത് ഈ പറയുന്ന സുപ്രീം കോർട്ട് റെക്കോർഡ്സ്, സുപ്രീം കോർട്ടിന്റെ വോള്യൂംസ് എല്ലാം നമുക്ക് ലോ ലൈബ്രറികളിൽ മാത്രമേ കാണുകയുള്ളൂ. ഇപ്പോൾ എന്താണ്? 1950 മുതലുള്ള എല്ലാ കേസുകളും ഡിജിറ്റൈസ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൃത്യമായിട്ട് വോള്യൂം ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന സുപ്രീം കോർട്ട് റെക്കോർഡ്സ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം ഇപ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്, റൈറ്റ്. അതേപോലെ തന്നെ പുതിയ വെബ്സൈറ്റും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സുപ്രീം കോർട്ടിന്റെ ഹിസ്റ്ററി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് ഓൾറെഡി ഒരു സുപ്രീം കോർട്ട്സ് നമ്മളുടെ ഇന്ത്യയിലുണ്ട്. 1773 ഭാഗമായിട്ട്, അതായത് ബ്രിട്ടീഷ് കൊളോണിയൽ ആ ഒരു ടൈമിൽ 1773 റെഗുലേറ്റിംഗ് ആക്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കൽക്കട്ടയിൽ ഒരു സുപ്രീം കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ പിന്നീട് 1800-ലും 1823-ലുമായിട്ട് മദ്രാസിലും ബോംബെയിലും സുപ്രീം കോർട്ട്സ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ പറയുന്ന കോടതികളെല്ലാം 1862 വരെ ഫങ്ഷൻ ചെയ്തു. 1861 നമ്മളുടെ ഇന്ത്യൻ ഹൈക്കോർട്ട്സ് ആക്ട് എന്ന് പറയുന്ന ഒരു പുതിയ ആക്ട് വന്നു. ആൻഡ് ആ ആക്ട് എന്ത് ചെയ്തു? ഈ പറയുന്ന സുപ്രീം കോർട്ടുകളെല്ലാം റീപ്ലേസ് ചെയ്തിട്ട് ഹൈക്കോർട്ട്സ് ആക്കി, റൈറ്റ്. സോ 1861 എന്ത് ചെയ്തു? ഈ സുപ്രീം കോർട്ട് കൽക്കട്ട, മദ്രാസ്, ബോംബെ എല്ലാം എന്ത് ചെയ്തു? സ്റ്റോപ്പായി. അതിനുശേഷം ഈ പറയുന്ന ഹൈക്കോർട്ട്സ് ആയിട്ടാണ് പിന്നീട് വന്നിട്ടുള്ളത്. ദെൻ ഈ പറയുന്ന പുതിയ ഹൈക്കോർട്ട്സ് എന്ത് ചെയ്തു? 1937 നമ്മളുടെ ഫെഡറൽ കോർട്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നു. അതായത് ഇത് ശരിക്കും ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ സുപ്രീം കോർട്ടിന്റെ പ്രീകേഴ്സർ ആണ്. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്തതിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1935 എസ്റ്റാബ്ലിഷ് ചെയ്തതിൽ ഒരു ഫെഡറൽ കോർട്ട് ഓഫ് ഇന്ത്യ. ഇതിന്റെ അപ്പോൾ ഇതാണ് ഇനി ഹയസ്റ്റ് കോർട്ടായിട്ട് ഉള്ളത്, റൈറ്റ്. ഇന്ത്യയിലെ ഹയസ്റ്റ് കോർട്ട് ഫെഡറൽ കോർട്ട് ഓഫ് ഇന്ത്യ ആയിരുന്നു ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ. ഇതിന്റെ അപ്പീൽ പോവുക എന്ന് പറയുന്നത്, ഇതിലോട്ട് അപ്പീൽ ചെയ്യാൻ പറ്റും, ഇതിന്റെ ജഡ്ജ്മെന്റ്സ് അപ്പീൽ ചെയ്യാൻ പറ്റും. ഇതിന്റെ അപ്പീൽ പോകുന്നത് നേരെ ലണ്ടനിലോട്ടാണ്. ജുഡീഷ്യൽ കമ്മിറ്റി ഓഫ് ദി പ്രിവി കൗൺസിൽ ഇൻ ലണ്ടനിലാണ് ഇതിന്റെ അപ്പീൽ പോവുക. ഇത് ഈ പറയുന്ന ഫെഡറൽ കോർട്ട് ഓഫ് ഇന്ത്യ ഫംഗ്ഷൻ ചെയ്ത് 1950 വരെ ഫംഗ്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഈ ഫെഡറൽ കോർട്ടിന്റെ ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് മൗറിസ് ഗോയർ ആണ്. സർ മൗറിസ് ഗോയർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഫെഡറൽ കോർട്ട് ഓഫ് ഇന്ത്യ. ഇത് കൺഫ്യൂസ്ഡ് ആവരുത്. ഫെഡറൽ കോർട്ട് ഓഫ് ഇന്ത്യയുടെ ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ആണ് മൗറിസ് ഗോയർ എന്ന് പറയുന്ന വ്യക്തി. പിന്നീട് 20 ജാനുവരി 1950 നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് പറയുന്നുണ്ട്, സെക്ഷൻ ആർട്ടിക്കിൾ 124 പറയുന്നുണ്ട് ദർ ഷാൽ ബി സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 20 ജാനുവരി 1950 കോൺസ്റ്റിറ്റ്യൂഷൻ കമൻസ് ചെയ്ത ആ ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ തന്നെ സുപ്രീം കോടതി എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ട്. അതോടുകൂടി സുപ്രീം കോടതി എസ്റ്റാബ്ലിഷ്ഡ് ആയതു കൊണ്ട് തന്നെ എന്ത് ചെയ്തു? ഫെഡറൽ കോർട്ടും അതേപോലെ തന്നെ ജുഡീഷ്യൽ കമ്മിറ്റി ഓഫ് പ്രിവി കൗൺസിലും എന്ത് ചെയ്തു? ഇല്ലാണ്ടായി. ഓക്കെ, റൈറ്റ്. ആൻഡ് ഇത് ഈ പറയുന്ന രണ്ട് ബോഡീസിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് നമ്മുടെ സുപ്രീം കോർട്ട് വന്നിട്ടുള്ളത്. 26 ജാനുവരിന് ശേഷം 2 ദിവസത്തിന് ശേഷമാണ് എന്ത് ചെയ്തത്? സുപ്രീം കോടതിയിൽ ഫസ്റ്റ് സിറ്റിംഗ് നടത്തിയിട്ടുള്ളത് 28 ജാനുവരി 1950. അപ്പോൾ 28 ജാനുവരി 1950 ആണ് നമ്മളുടെ ഇൻഡിപെൻഡൻറ്റ് റിപ്പബ്ലിക് ഇന്ത്യയിൽ എന്ത് ചെയ്തത്? നമ്മളുടെ സുപ്രീം കോടതി സ്റ്റാർട്ട് ആയിട്ടുള്ളത്, റൈറ്റ്. സോ അതുവരെ ഈ പറയുന്ന 950 മുതൽ ഓൾസോ ഈ ഫെഡറൽ കോർട്ട് എല്ലാം എന്ത് ചെയ്യുന്നത്? റൺ ചെയ്തത് ചേംബർ ഓഫ് പ്രിൻസ്, നമ്മളുടെ പഴയ പാർലമെന്റ് ബിൽഡിങ്ങിലെ ചേംബർ ഓഫ് പ്രിൻസ് എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ സ്ഥലത്താണ് എന്ത് ചെയ്തത്? നമ്മുടെ സുപ്രീം കോർട്ട് ഉണ്ടായിരുന്നത്. ഈവൻ ഫെഡറൽ കോർട്ടിന്റെ ടൈമിലും അതേപോലെ തന്നെ നമ്മളുടെ ഈ റിപ്പബ്ലിക് ഡേ ആയതിനു ശേഷം ഈ ഫസ്റ്റ് സുപ്രീം കോർട്ട് ഇരുന്നത് ഈ പറയുന്ന ചേംബർ ഓഫ് പ്രിൻസസിലോട്ടാണ്. അതിനുശേഷം ഇപ്പോഴത്തെ പെർട്ടിക്കുലർ ബിൽഡിങ്ങിലോട്ട് വന്നിരിക്കുന്നത് 4th ഓഗസ്റ്റ് 1958 ഇത് മാറിയിട്ടുള്ളത്, റൈറ്റ്. നമ്മളുടെ ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് HJ കനിയ എന്ന് പറയുന്ന വ്യക്തിയാണ് ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ആയിട്ട് നമുക്ക് ഉള്ളത്, റൈറ്റ്. ആൻഡ് ഇപ്പം ഈ പറയുന്ന സുപ്രീം കോർട്ടിന്റെ ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ തിലക് മാർഗ് എന്ന് പറയുന്ന സ്ഥലത്താണ്, ന്യൂഡൽഹി, റൈറ്റ്. സുപ്രീം കോടതിയുടെ ബിൽഡിങ്ങിന്റെ ആ ഒരു ഷേപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ബാലൻസിന്റെ ഷേപ്പാണ്. നമ്മൾ ബാലൻസ് ചെയ്യുന്ന സാധനം ആൻഡ് വിത്ത് എ പെയർ ഓഫ് സ്കെയിൽസ് ഓഫ് ജസ്റ്റിസ്, അപ്പോൾ ബാലൻസ് വിത്ത് എ പെയർ ഓഫ് സ്കെയിൽസ് ഓഫ് ജസ്റ്റിസ് ആണ് നമ്മുടെ സുപ്രീം കോർട്ടിന്റെ ബിൽഡിങ്ങിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിന്റെ തൊട്ട് മുന്നിലായിട്ട് തന്നെ ഒരു സ്റ്റാച്യൂവും കാണാൻ വേണ്ടി പറ്റും. ആ സ്റ്റാച്യൂവിന് പറയുന്നതാണ് മദർ ആൻഡ് ചൈൽഡ് എന്നുള്ള സ്റ്റാച്യു ആണ്.
ആൻഡ് ഈ സ്റ്റാച്യു ചിന്തമണി കാർ എന്ന് പറയുന്ന ഒരു റിനൗണ്ട് ആയിട്ടുള്ള സ്കൾപ്ചർ ഉണ്ടാക്കിയ സ്റ്റാച്ചു ആണ്. ഈ സ്റ്റാച്യു ഡെപ്പിക്ട് ചെയ്യുന്നത് ഒരു മദർ ഇന്ത്യനെയാണ്. അതായത് ഇതിൻ്റെ അകത്ത് മുകളിലുള്ള ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് മദർ ഇന്ത്യ ആണ്. ആ മദർ ഇന്ത്യ എന്ത് ചെയ്യാണ്, ഒരു കുട്ടീനെ എന്ത് ചെയ്യാണ്, പ്രൊട്ടക്ട് ചെയ്യുന്ന, ഷെൽട്ടർ ചെയ്യുന്ന പോലെയാണ് കാണിക്കുന്നത്. ആൻഡ് ആ കുട്ടീനെ കാണിക്കുന്നത് നമ്മളുടെ പുതിയതായിട്ട് ഉണ്ടായ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യനെയാണ് കാണിക്കപ്പെടുന്നത്. ആൻഡ് ആ കുട്ടിയുടെ കയ്യിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പെർട്ടിക്കുലർ ബുക്ക് പോലെ ഉണ്ട്. ആ ബുക്കിന്റെ പുറത്ത് ഒരു സ്കെയിൽസും കാണുന്നുണ്ട്. ഇത് ഈ സ്റ്റാച്ചു ഇൻസ്റ്റാൾ ചെയ്തത് 1978ലാണ്, 20th February 1978ലാണ് ഈ സ്റ്റാച്ചു ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. റൈറ്റ്. അടുത്തത് ലോഗോ ഓഫ് സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ടിന്റെ ലോഗോ എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ലയൺ ക്യാപിറ്റൽ ഓഫ് അശോകയുടെ സാരനാഥത്തിലുള്ള നമ്മുടെ നാഷണൽ എംബ്ലം പോലെ ആ ലയൺ ക്യാപിറ്റലിന്റെ യൂസ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. 4 ഏഷ്യാറ്റിക് ലയൺസ് ആണ്. ആൻഡ് അവർ സ്ഥിതി ചെയ്യുന്ന ഒരു ബേസ് ഉണ്ട്. ആ ബേസിന്റെ താഴെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞെങ്കിൽ നമുക്ക് 4 ആനിമൽസിനെ കാണാൻ പറ്റും. ഹോഴ്സ് ഉണ്ട്, എലിഫന്റ് ഉണ്ട്, ബുള്ളുണ്ട്, അതേപോലെ തന്നെ ഒരു ലയണും ഉണ്ട്. ആൻഡ് അവിടെ നമ്മുടെ അശോക ചക്രയുണ്ട്. ഈ സുപ്രീം കോർട്ടിന്റെ ലോഗോയുടെ അകത്ത് ഈ പറയുന്ന ഈ ലയൺ ക്യാപിറ്റലിന്റെ ആ ഒരു എംബ്ലം, നമ്മുടെ നാഷണൽ എംബ്ലത്തിന്റെ മുകളിലായിട്ട് ഒരു സ്പോക്സും വെച്ചിട്ടുള്ള ഒരു വീല്, ഒരു ചക്രയും കൊടുത്തിട്ടുണ്ട്. ഈ ചക്രയിൽ 32 സ്പോക്സ് ആണ് ഉള്ളത്. ആൻഡ് ഇതിന്റെ താഴെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ മോട്ടോവും കൊടുത്തിട്ടുണ്ട്. സുപ്രീം കോർട്ടിന്റെ മോട്ടോ എന്ന് പറയുന്നത് യഥോ ധർമ്മസ്തോ ജയ എന്ന് പറയുന്നതാണ്. അത് വേർ ദർ ഇസ് ധർമ്മ ദർ വിൽ ബി വിക്ടറി എന്ന് പറയുന്ന ഒരു സംസ്കൃത് ശ്ലോകമാണ് താഴെ മോട്ടോ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. റൈറ്റ്. ദെൻ സുപ്രീം കോർട്ടിന്റെ സ്ട്രെങ്ത് എന്താണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഒറിജിനലി 7 ജഡ്ജസ് ആൻഡ് 1 ചീഫ് ജസ്റ്റിസ് എന്നുള്ളതായിരുന്നു ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ വരുമ്പോൾ ഉണ്ടായിരുന്നത്. അതായത് ടോട്ടലായിട്ട് 8 ജഡ്ജസ്. ഇപ്പോഴത്തെ കറന്റ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 34 ജഡ്ജസ് ആണ്, ഇൻക്ലൂഡിങ് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഇപ്പൊ ഈ അടുത്ത് ഇപ്പം ഫുൾ സ്ട്രെങ്ത്തിലാണ് ഇപ്പോൾ സുപ്രീം കോർട്ട് ഉള്ളത്. ജസ്റ്റിസ് പ്രസന്ന ബാലചന്ദ്ര വർലെ എന്ന് പറയുന്ന വ്യക്തി ഇപ്പം പുതിയതായിട്ട് എന്ത് ചെയ്തു, സുപ്രീം കോടതിയിലെ ജഡ്ജായിട്ട് വന്നിട്ടുണ്ട്. റൈറ്റ്. ഇപ്പം സുപ്രീം കോടതി ഈ പറയുന്ന ഈ ജഡ്ജസിന്റെ നമ്പർ, ഈ സ്ട്രെങ്ത് ഡിറ്റർമൈൻ ചെയ്യുന്ന ബോഡി എന്ന് പറയുന്നത് ആരാണ്, ഈ ഒരു ആക്ടാണ്, സുപ്രീം കോർട്ട് നമ്പർ ഓഫ് ജഡ്ജസ് ആക്ട് 1956. ഇത് പാർലമെന്റിനാണ് ഇത് എന്ത് ചെയ്യുന്നത്, അമെൻഡ് ചെയ്യാനുള്ള അധികാരമുള്ളത്. ലാസ്റ്റ് അമെൻഡ് ചെയ്തത് 2019 അമെൻഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത് 34 കൊണ്ടുവന്നിട്ടുള്ളത്. റൈറ്റ്. ദെൻ അടുത്തത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യകളെ കുറിച്ചിട്ട് പറയണം. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് അറിയാം, നമ്മുടെ DY ചന്ദ്രചൂഡാണ്. 50th ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ്. ആൻഡ് ഏറ്റവും ലോങ്സ്റ്റ് സെർവിങ് ചീഫ് ജസ്റ്റിസ് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ YV ചന്ദ്രചൂഡാണ്. DY ചന്ദ്രചൂഡിന്റെ ഫാദറാണ് YV ചന്ദ്രചൂഡ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം സെർവ് ചെയ്തത് 7 വർഷമാണ്, 7 years 139 days ആണ്. ആൻഡ് ഷോർട്ടസ്റ്റ് സെർവിങ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് വെറും 18 days സെർവ് ചെയ്ത കമൽ നരൈൻ സിംഗ് ആണ്. റൈറ്റ്. ദെൻ എലിജിബിലിറ്റി ആൻഡ് റിമൂവൽ ആണ് അടുത്ത് നോക്കേണ്ടത്. ആർക്കൊക്കെ സുപ്രീം കോടതിയിലെ ജഡ്ജ് ആവാൻ പറ്റും? സുപ്രീം കോടതിയിലെ ജഡ്ജ് ആവണമെങ്കിൽ ആദ്യം അവർ സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയിരിക്കണം. പിന്നീട് ഈ പറയുന്ന 2 ക്രൈറ്റീരിയയിൽ ഏതെങ്കിലും ഒന്ന് മീറ്റ് ചെയ്യണം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 5 വർഷത്തോട്ട് എന്തായിരിക്കണം, ഒരു ജഡ്ജ് ആയിരിക്കണം ഏതെങ്കിലും ഒരു ഹൈക്കോർട്ടിന്റെ, അല്ലെങ്കിൽ രണ്ടോ രണ്ടിൽ കൂടുതലോ ഹൈക്കോർട്ടുകളുടെ ജഡ്ജ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹൈക്കോർട്ടിൽ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഹൈക്കോർട്ടുകളിൽ എന്തിരിക്കണം, 10 വർഷം, അറ്റ്ലീസ്റ്റ് 10 വർഷത്തോട്ട് അഡ്വക്കേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്തിരിക്കണം. ഇതാണ് ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പ്രസിഡന്റിന്റെ ഒപ്പീനിയനിലായിരിക്കണം, ഒരു ഡിസ്റ്റിങ്വിഷ്ഡ് ജൂറിസ്റ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, സുപ്രീം കോർട്ടിലെ ജഡ്ജായിട്ട് വെക്കാൻ വേണ്ടി പറ്റും. ദെൻ റിമൂവലിനെ കുറിച്ചിട്ട് പറയാനുള്ളത്, അങ്ങനെയാണ് റിമൂവ് ചെയ്യാൻ പറ്റുക, പാർലമെന്റാണ് റിമൂവ് ചെയ്യാൻ പറ്റുക ബൈ ഇംപീച്ച്മെന്റ്. റൈറ്റ്. ആൻഡ് ഇത് റിമൂവ് ചെയ്യാനുള്ള ഗ്രൗണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൂവ്ഡ് മിസ്ബിഹേവിയർ ഓർ ഇൻകപ്പാസിറ്റി ആണ് ഇതിന്റെ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഇതുവരെ ഒരു സുപ്രീം കോടതി ജഡ്ജിനെയും എന്ത് ചെയ്യുന്നില്ല, ഇംപീച്ച് ചെയ്തിട്ടില്ല. ഇതുവരെ ടോട്ടലായിട്ട് 4 തവണ പ്രൊസീഡിങ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ ചില സമയങ്ങളിൽ അവർ രാജിവെക്കുകയോ അങ്ങനെയൊക്കെ ആയിട്ട് പ്രൊസീഡിങ്സ് ലാപ്സ് ആയിട്ടുണ്ട്. പക്ഷെ ഇന്നേ വരെ ഒരു ജഡ്ജിനെയും എന്ത് ചെയ്തിട്ടില്ല, ഇംപീച്ച് ചെയ്തിട്ടില്ല. റൈറ്റ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ കഴിഞ്ഞ വീക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് എന്നുള്ള രീതിയിലുള്ളത്. അപ്പം നമുക്ക് അടുത്ത പറയാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, നമ്മളുടെ കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ്റെ ബുക്ക് അവൈലബിൾ ആണ്. ക്രിറ്റ്സ് ഗൈഡ് ടു കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ ആമസോണിൽ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മളുടെ സെക്കൻഡ് ബാച്ച് എല്ലാവരും ചോദിക്കുന്നുണ്ട്, സെക്കൻഡ് ബാച്ച് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത്. സെക്കൻഡ് ബാച്ച് നമ്മളെ ചാലഞ്ചേഴ്സ് ബാച്ച്
നമ്മളുടെ ഫെബ്രുവരി മിഡ് വീക്കോട് കൂടി നമ്മൾ എന്ത് ചെയ്യും, രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് ഇതിൻ്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ മുതലാണ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുക. ഓൾറൈറ്റ്, കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് നമ്മൾ വരും ദിവസങ്ങളിൽ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇത്രയും നേരം ഈ ഒരു സെഷൻ കേട്ട എല്ലാവർക്കും നന്ദി. നമ്മൾ അടുത്ത വീക്കിൽ എന്ത് ചെയ്യും, പുതിയ കറണ്ട് അഫയേഴ്സ്, പുതിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ താങ്ക് യു സോ മച്ച്. ഈ പറയുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് ഓൾസോ ഷെയർ ചെയ്യുക.